അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയണം, ഒരവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ സ്വഹാബാക്കളെ ഉപദേശിക്കുകയാണ്. അതായത് ഒരു മനുഷ്യനെ, ഒരു മുഅ്മിൻ ഏത് രീതിയിലെല്ലാം പരീക്ഷിക്കപ്പെടുന്നുണ്ട്, ഫിത്നയാക്കപ്പെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു നല്ല ഉദാഹരണം വെച്ചുകൊണ്ട് മുത്തുനബി നമ്മെ ഉപദേശിക്കുകയാണ്. എന്താണ് ആ ഉപദേശം? മുത്തുനബി പറയുന്നു, മാ ദിഇബാനി ജാഇയാനി ഉർസില ഫീ ഗനമിൻ. മുത്തുനബി പറയുന്നു, രണ്ട് ചെന്നായികൾ, നല്ല വിശപ്പുള്ള രണ്ട് ചെന്നായികൾ എന്ത് കിട്ടിയാലും ഇപ്പൊ തിന്നു തീർക്കണം എന്ന രീതിയിൽ എന്തെങ്കിലും മൃഗങ്ങൾ കിട്ടുമോ ആക്രമിക്കണമെന്ന് അത്രമാത്രം ആവേശത്തോടുകൂടെ, അത്രമാത്രം വിശപ്പോടുകൂടെയുള്ള രണ്ട് ചെന്നായികൾ അതിങ്ങനെ എവിടെങ്കിലും മൃഗങ്ങളുണ്ടോ എന്നിങ്ങനെ നടന്നു അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ മുമ്പിൽ പാവപ്പെട്ടതായ രണ്ട് ആടുകുട്ടി അതിനെ കണ്ടുപിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫിത്ന, അവിടെ ഉണ്ടാകുന്ന ആ നഷ്ടങ്ങൾ എത്രമാത്രം വലുതായിരിക്കും, എത്രമാത്രം വലിയൊരു ഫിത്നയായിരിക്കും അവിടെ ഉണ്ടാവുക. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നൊരു വിഷയമാണല്ലോ. എന്നിട്ട് മുത്തുനബി പറയുന്നു, അഫ്സദലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. മുത്തുനബി പറയുന്നു, ഇതിനേക്കാൾ ഏറ്റവും വലിയ അപകടം, ഇതിനേക്കാൾ ഏറ്റവും വലിയ ഫിത്ന, ഇതിനേക്കാൾ ഏറ്റവും വലിയ ഫിത്നയായി പോകുന്നത് അവന്റെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. അതായത് ഒന്ന്, മുതലിനോടുള്ള ആർത്തിയാണ്, മുതലിനോടുള്ള ആ ആശയാണ്, കൊതിയാണ്. രണ്ടാമത് സ്ഥാനത്തിനോടുള്ള കൊതിയാണ്. ഈ രണ്ട് കാര്യം ഒരു മനുഷ്യനിൽ പിടികൂടിയാൽ പിന്നെ അവനിലുണ്ടാകുന്ന ഫിത്ന, അവനിലുണ്ടാകുന്ന അക്രമങ്ങൾ, അവനിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, നാശങ്ങൾ അത് ചെറുതൊന്നുമല്ല. നേരത്തെ ആ പറഞ്ഞ രണ്ട് ചെന്നായികൾ ഉണ്ടാക്കിയ നാശത്തിനേക്കാൾ, അവരുണ്ടാക്കിയ ആ ഫിത്നയേക്കാൾ എത്രമാത്രം ഗൗരവമായിരിക്കും ഒരു മനുഷ്യനിൽ ഈ രണ്ട് കാര്യങ്ങൾ പിടികൂടിയാലെന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മുതൽ വേണ്ട എന്നല്ല, പണം വേണ്ട എന്നല്ല, പക്ഷേ അതിലോട് ആർത്തി കൂടാൻ പാടില്ല. അതേ അനാവശ്യമായ കൊതികൾ അതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ വേണം, പിന്നെയും വേണം, പിന്നെയും വേണം, എത്ര കിട്ടിയാലും മതിയാവുകയില്ല എന്നുള്ള ഒരു രീതിയിലാണോ പണവുമായി നാം ബന്ധപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്, വലിയൊരു നാശമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് സ്ഥാനം കൊതിയന്മാർ ഒരിക്കലും നാം ആയിപ്പോകരുത്. പിന്നീട് അവിടെ ഉണ്ടാകുന്നതൊക്കെയും നഷ്ടങ്ങളാണ്, അക്രമങ്ങളാണ്, ഫിത്നകളാണ്, നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്, രണ്ട് കാര്യങ്ങളും നമുക്ക് വേണ്ടതാണ്. പക്ഷേ അതിലൊന്നും ആർത്തി കൂടിയ, അതിലൊന്നും അള്ളാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കൊതികൾ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല എന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഇന്ന് എല്ലാ ജനങ്ങളും, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങളിലിടയിൽ ഏറ്റവും വലിയ ഫിത്നയാക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ. അതേ, മറ്റൊരുത്തനേക്കാൾ കൂടുതൽ എനിക്ക് സ്ഥാനം വേണം, അവനേക്കാൾ കൂടുതൽ എനിക്ക് പണം വേണം, എനിക്ക് ആവശ്യമുണ്ടോ ഇല്ലേ അത് വേറെ വിഷയമാണ്. അതിനു വേണ്ടി എന്ത് ചെയ്യാനും, ഏത് ഹറാമിയത്ത് ചെയ്തു തീർക്കാനും ഒരു മടിയുമില്ലാതെ നാം ഇങ്ങനെ അധ്വാനിക്കുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്. അത് വലിയൊരു നാശത്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞ് മുത്തുനബി പറയുന്നത്, നേരത്തെ പറഞ്ഞ ആ ചെന്നായി ഉണ്ടാക്കുന്ന നാശത്തിനേക്കാൾ, ഫിത്നയേക്കാൾ ഏറ്റവും ഗൗരവമാണ് ഒരു മനുഷ്യനിൽ മുതലിനോടും സ്ഥാനത്തിനോടും അതേ അധികമായ പ്രേമം, അധികമായ കൊതി, ആർത്തി കൂടിയാൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനോട്
എങ്ങനെയാണോ ഇസ്ലാം കൽപ്പിച്ചത് ആ രീതിയിലെ ഈ രണ്ട് വിഷയവുമായും നാം ബന്ധപ്പെടണം. എന്നാലേ നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയുള്ളൂ എന്ന് മുത്തനബി ഈ ഹദീസിലൂടെ ഈ ഉപദേശത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.